കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഈ പ്രഭാത യാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന എല്ലാവരെയും കർത്താവ് ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നമ്മൾ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം യിരെമ്യാവിന്റെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകത്തെയും അടിസ്ഥാനമാക്കി യെരൂശലേം നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിപ്പാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മനസാക്ഷിയിൽ ഇന്നും വേദനയായി കിടക്കുന്ന, വലിയ മുറിവായി കിടക്കുന്ന ഒരു വിഷയമാണ് നെബൂഖദ്നേസറിനാൽ തകർക്കപ്പെട്ട 7.5 കൊല്ലം കൊണ്ട് ശലോമോൻ പണിത യെരൂശലേം ദേവാലയവും യെരൂശലേം നഗരത്തിന്റെ നാശവും. സ്തോത്രം. അതിന് ദൈവം അങ്ങനെ ഒരു ശിക്ഷ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതിന്റെ പുറകിൽ വിവിധ കാരണങ്ങളുണ്ട്. അവരുടെ വിഗ്രഹാരാധനയുണ്ട്, അവരുടെ അനീതിയുണ്ട്, അവരുടെ മത്സരമുണ്ട്, അവരുടെ കഠിന പാപമുണ്ട്, ശബത്ത് ലംഘിച്ചതുണ്ട്. ഇങ്ങനെ വിവിധ കാരണങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ അതിന് മൂലകാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര വിഷയമുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഞാൻ വായിച്ചപ്പോൾ പലയിടത്തും ദൈവത്തിന്റെ ശിക്ഷ വെളിപ്പെട്ടതിനും പലയിടത്തും ദൈവജനവും നശിച്ചു പോയതിന്റെ പുറകിൽ കോമണായി ആ കാരണത്തെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കുകയാണ്. സ്തോത്രം. നമ്മളത് ചിന്തിക്കാൻ വേണ്ടി യിരെമ്യാവിന്റെയും വിലാപങ്ങളുടെയും പുസ്തകങ്ങൾ, ഇത് രണ്ട് യിരെമ്യാവ് തന്നെയാണ് എഴുതിയത്. ഇതിന്റെ രണ്ടിന്റെയും പശ്ചാത്തലം യെരൂശലേമിന്റെ നാശവും ദേവാലയത്തിന്റെ തകർച്ചയും പ്രവാസത്തിലേക്കുള്ള ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ പോക്കും ഒക്കെ ആയതുകൊണ്ടാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. അതിനെ നമുക്ക് കോമൺലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ യെരൂശലേം നാശത്തിന്റെ അതിപ്രധാനപ്പെട്ട കാരണം നേതൃത്വത്തിന്റെ പരാജയമാണ് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഒരു സഭയിലാകട്ടെ, ഒരു കുടുംബത്തിലാകട്ടെ, ഒരു ദേശത്തിലാകട്ടെ, ഒരു നേതൃത്വം പരാജയപ്പെട്ടാൽ ആ നേതൃത്വത്തിന്റെ കീഴിലുള്ള ജനവും ആ സ്ഥലവുമൊക്കെ വലിയ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും വരും എന്നുള്ളത് നമ്മൾ സ്തോത്രം തിരിച്ചറിയണം. അപ്പോൾ യെരൂശലേം നാശത്തിന്റെ, അവരുടെ ദേവാലയത്തിന്റെ തകർച്ചയുടെ മൂലകാരണം, കേന്ദ്ര വിഷയം നേതൃത്വത്തിന്റെ പരാജയമാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം ആരായിരുന്നു? സ്തോത്രം. നമുക്ക് ചില വേദവാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ഓടി വരാം. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് രണ്ട് നേതൃത്വത്തെ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന്
പ്രവാചകന്മാര് ആയിരുന്നു. അതിലൊന്ന് പുരോഹിതന്മാരായിരുന്നു. സ്തോത്രം. ആരാണ് പ്രവാചകൻ? ആരാണ് പുരോഹിതൻ? സ്തോത്രം. ദൈവത്തിൻ്റെ നാവായി ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ. അവൻ അവൻ്റെതായിട്ടുള്ള ഒന്നും പറയാൻ യാതൊരു വിധമായിട്ടുള്ള അനുവാദവുമില്ല. അവൻ ദൈവത്തിന്റെ നാവായി ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം. ആരാണ് പുരോഹിതൻ? സ്തോത്രം. മനുഷ്യന്റെ നാവായി ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. സ്തോത്രം. അല്ലെങ്കിൽ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. ആ കാലത്തെ ഇസ്രായേൽ ജനത്തിന്റെ രണ്ട് നേതൃത്വമായിരുന്നു, രണ്ട് ആത്മീക നേതൃത്വമായിരുന്നു. ഒന്ന് പ്രവാചകന്മാർ, ഒന്ന് പുരോഹിതന്മാർ. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിച്ച് നേതൃത്വത്തിന്റെ പരാജയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്തോത്രം. അതിൻ്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി. വിലാപങ്ങൾ 4:13 ഈ രണ്ട് കൂട്ടരെ കുറിച്ചും എടുത്തു പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. സ്തോത്രം. യെരുശലേമിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി. അപ്പം സ്തോത്രം. ഈ വാക്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള, അപ്പം പ്രവാചകന്മാര് എന്താ ചെയ്തത്? നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞു. സ്തോത്രം. പുരോഹിതന്മാരും അതിന് കൂട്ടുനിന്നു. അപ്പോൾ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞു എന്നുള്ളതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഞാൻ മനസ്സിലാക്കിയത്, ശരിയായ ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ രക്തം അവർ ചൊരിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രവാചകന്മാർ ദൈവത്തിന്റെ വഴികൾ വിട്ടുപോവുകയും മാത്രമല്ല, ദൈവവഴിയിൽ നടന്ന ശരിയായിട്ടുള്ള ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ രക്തം ഇവർ ചൊരിഞ്ഞു എന്നാണ് ദൈവാത്മാവ് ഇവരെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. സ്തോത്രം. അത് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഇന്നും അതങ്ങനൊക്കെ തന്നെയാണ്. സ്തോത്രം. ഏത് തലമുറയിലും രണ്ടു തരം പ്രവാചകന്മാരുണ്ട്. ഒന്ന് ദൈവത്തിന്റെ ശരിയായ പ്രവാചകന്മാരുമുണ്ട്, ട്രാക്ക് വിട്ട് നടക്കുന്ന പ്രവാചകന്മാരുമുണ്ട്. ശരിയായിട്ടുള്ള നേതൃത്വമുണ്ട്, ശരിയല്ലാത്ത നേതൃത്വമുണ്ട്. ഈ ശരിയായിട്ടുള്ള നേതൃത്വം അവർ ദൈവിക വഴിയിലൂടെ നടക്കുമ്പോൾ, ശരിയല്ലാത്ത നേതൃത്വം എന്താ ചെയ്യുന്നത്? ശരിയായിട്ടുള്ള പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പറഞ്ഞു പോകുമ്പോൾ ഈ ശരിയല്ലാത്ത നേതൃത്വം എന്ത് ചെയ്യും? അവരുടെ രക്തം വീഴ്ത്താൻ ശ്രമിക്കും. സ്തോത്രം. എങ്ങനെയാണ് അവരുടെ രക്തം വീഴ്ത്താൻ ശ്രമിച്ചത്? നമുക്ക് നോക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരാം. 18-ാം അധ്യായം. സ്തോത്രം. 18-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരാം. യിരെമ്യാവ് 18:18. എന്നാൽ അവർ വരുവീൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. അപ്പം ശരിയായിട്ടുള്ള അന്നത്തെ നേതൃത്വമാണ് യിരെമ്യാവ്, ശരിയായ പ്രവാചകൻ. എന്നാൽ ഇവിടെ യിരെമ്യാവിനെതിരെ ആലോചന ഒരുക്കുന്നത് അന്നത്തെ ശരിയല്ലാത്ത നേതൃത്വം, അന്നത്തെ ശരിയല്ലാത്ത പുരോഹിതന്മാരും ശരിയല്ലാത്ത പ്രവാചകന്മാരും കൂടെ പറയുകയാണ്, നമുക്ക് ഉപായങ്ങളെ ചിന്തിക്കാമെന്ന്. സ്തോത്രം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും,
പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകയില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം. വരുവിൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക. അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞു. ഇരമ്യാവിനെ നാവുകൊണ്ട് കൊന്നുകളയാനാണ് അവരന്ന് ശ്രമിച്ചത്. ഇന്നും ഒരു ദൈവദാസൻ നന്നായി പ്രവചിച്ചാൽ, നന്നായി ശുശ്രൂഷിച്ചാൽ, നല്ല ട്രാക്കിൽ പോയാൽ, അവസരം കിട്ടുന്നിടത്തെല്ലാം അവനെ നാവുകൊണ്ട് കൊന്നുകളയാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ വഴിവിട്ട ഒരു നേതൃത്വം, ദൈവത്തിന്റെ വഴിവിട്ട പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നാവുകൊണ്ട് കൊന്നുകളക. ഈ നാവുകൊണ്ടുള്ള കൊലപാതകത്തിന് ഇരയായി തീർന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട്. അങ്ങനെ നിങ്ങൾക്കെതിരെ നാവുകൊണ്ട് കൊല ചെയ്യുന്ന ഒരു അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ വഴി ഇതുവരെ മാറിയിട്ടില്ല. നീ ശരിയായ ട്രാക്കിലാണ്. നീ ദൈവത്തിന്റെ കൃത്യമായ അരുളപ്പാടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്തോത്രം. ഇവിടെ അവർ നാവുകൊണ്ട് ശരിയായ ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ രക്തം ചൊരിയുകയാണ് ഇവിടുത്തെ നേതൃത്വം. സ്തോത്രം. നമുക്ക് ഈ രണ്ട് നേതൃത്വത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. സ്തോത്രം. അത് ചിന്തിച്ചിട്ട് ഞാൻ അതിന്റെ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ഇനി ആ പ്രവാചകന്മാരുടെ മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് വരാം. ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 8-9 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. നിങ്ങളെ ചതിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കരുത്. അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ നേതൃത്വത്തിൽ ഒന്നായ പ്രവാചകന്മാരുടെ സ്വഭാവം ദൈവം അയക്കാതെ തന്നെ അവർ ജനത്തെ ചതിക്കുവാൻ ഭോഷ്ക് പ്രവചിക്കുകയാണ്. ഭോഷ്ക് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയുകയാണ്. ഈ കാലത്ത് ഇതിന് ഇരയായി തീർന്ന പല ആളുകളും ഇപ്പോൾ ഒറിജിനൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ പോലും വീടിനകത്ത് കയറ്റാത്ത അവസ്ഥയിലാണ്. സ്തോത്രം. വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നാൽ അതിന്റെ ഒത്തിരി ഇരകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കുക, നേതൃത്വം ഇപ്പോൾ ഭോഷ്ക് പ്രവചിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോയി. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ 29-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ശ്രദ്ധിച്ചാൽ, അവർ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ച് തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യഭിചാരം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഞാനത് അറിയുന്നു. അയ്യോ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, വ്യഭിചാരവും പ്രവചനവും ഒരേ ട്രാക്കിൽ കൊണ്ടുപോകുന്ന നേതൃത്വം, വ്യഭിചരിക്കുകയും ചെയ്യും, വ്യാജമായി പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നേതൃത്വം പണിയാൻ എഴുന്നേറ്റാലേ ജനവും പണിയാൻ എഴുന്നേക്കും. നേതൃത്വം വീണാൽ പുറകെ ജനത്തിനും ആ സ്ഥലത്തിനും നാശമുണ്ടാകും. യെരുശലേമിന് ഉണ്ടായ നാശത്തിന്റെ
തകർച്ചയുടെ മൂല കാരണം ഗുരുതരമായിട്ടുള്ള നേതൃത്വത്തിന്റെ വീഴ്ചയാണ്, പരാജയമാണ്. അതിൽ വളരെ ശ്രദ്ധേയമാണിത്. മുമ്പേ നമ്മൾ കണ്ടത് അവർ നീതിമാന്മാരുടെ രക്തം വീഴ്ത്തുന്നു, 2 ഭോഷ്ക് പ്രവചിക്കുന്നു. ഇപ്പൊ മൂന്നാമത് നമ്മൾ കണ്ടത് വളരെ ഗുരുതരമായ വിഷയമാണ്, വ്യഭിചാരവും അതിന്റെ കൂടെ വ്യാജ പ്രവചനങ്ങളുമായി അവർ കറങ്ങി നടക്കുന്നു. സ്തോത്രം. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാര്യം അതൊക്കെ സ്തോത്രം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ആ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 29-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് സെന്റൻസ്, 31-ാം വാക്യത്തിന്റെ ലാസ്റ്റ് സെന്റൻസ്, അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട്. അപ്പൊ അന്നത്തെ പ്രവാചകന്മാരുടെ, അന്നത്തെ നേതൃത്വത്തിന്റെ മറ്റൊരു പാപം, അവർ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കി. അന്നത്തെ പ്രവാചകന്മാർ ജനത്തെ എന്ത് ചെയ്തു? ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കി. 28-ാം അധ്യായത്തിൽ ശരിയായി പ്രവചിച്ച യിരെമ്യാവിനെ കാണാം. എന്നാൽ 29-ാം അധ്യായത്തിൽ വരുമ്പോൾ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയ പ്രവാചകന്മാർ, അതിൽ പ്രധാനപ്പെട്ട ആളുടെ പേരാണ് 31-ാം വാക്യത്തിന്റെ ആദ്യം എഴുതിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര്. നെഹലാമ്യനായ ശമയ്യാവിനെ കുറിച്ച് ഒന്ന് നോക്കിക്കേ. ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിപ്പിച്ച, ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിപ്പിച്ച പ്രവാചകന്മാരിൽ ഒരാളാണ് ഈ ശമയ്യാവ്. ഇനി വേറൊരാളെ കാണിക്കാം. 28-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ മറ്റൊരാളെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാം വാക്യം, 28-ന്റെ 1. അദ്ദേഹത്തിന്റെ പേര് ഹനന്യ പ്രവാചകൻ എന്നാണ്. പ്രവാചകന്മാർക്കൊന്നും ഒരു കുറവില്ലായിരുന്നു ആ കാലത്ത്. ശമയ്യാവും ഹനന്യാവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറിജിനൽ പാർട്ടി, ദൈവവുമായി ബന്ധമുള്ള ഒറിജിനൽ ആൾ യിരെമ്യാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വിഷയം. ഇന്നും പ്രവാചകന്മാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. സ്തോത്രം. ഇന്ന് കണ്ണടച്ച സകല പുള്ളികളും പ്രവാചകരും സകല പുള്ളികളും വെളിപ്പാടുകാരുമാണ്. പക്ഷേ ഒറിജിനൽ പാർട്ടി മാഷിയിട്ട് നോക്കിയാൽ കാണാനില്ല, 1 or 2 ഉള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ഹനന്യാവുമാരും ശമയ്യാവുമാരുമാണുള്ളത്. അവർ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുകയാണ്. ഇവിടെ എന്താ ഈ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുക എന്ന് പറയാൻ കാരണം എന്താ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇയാള് ഈ നമ്മൾ 28-ന്റെ 1-ൽ കാണുന്ന ഹനന്യ പ്രവാചകൻ ഒരു ഭോഷ്ക് പറയുക. സ്തോത്രം. 3-ാം വാക്യം അദ്ദേഹം പറഞ്ഞ പ്രവചനം ഭോഷ്ക് എന്താ നോക്കി. 3-ാം വാക്യം 28-ന്റെ 3. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്തു നിന്ന് എടുത്ത് ബാബേലിലോട്ട് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെ ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഭോഷ്കല്ലേ? യിരെമ്യാവ് എന്താ പ്രവചിച്ചത്? 70 വർഷം കഴിയാതെ ആരും എന്ത് ചെയ്യത്തില്ല? മടങ്ങി വരത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഒറിജിനൽ പ്രവാചകൻ പറഞ്ഞിരിക്കുക, 70 വർഷം കഴിയാതെ നിങ്ങൾക്ക് പ്രവാസത്തിൽ നിന്നൊരു മടങ്ങി വരവില്ല. അപ്പോൾ അതിനെ വെട്ടിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പുള്ളി പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിനകം യഹോവയുടെ ആലയത്തിൽ നിന്ന് നെബൂഖദ്നേസർ കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം മടങ്ങി വരും. ബാബേൽ രാജാവിന്റെ മുഖം ഒടിക്കും. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭോഷ്കിൽ ജനത്തെ ആശ്രയിപ്പിക്കുമാറാക്കിയ പ്രവാചകന്മാർ, സ്തോത്രം,
അതിനുള്ള ഇരമ്യാവിന്റെ മറുപടി എന്തായിരുന്നു അറിയോ? ഈ ബോഷ്ക്ക് പ്രവചിച്ചപ്പോൾ ഇരമ്യാവിന്റെ മറുപടി എന്തായിരുന്നു? ആ 28-ന്റെ 15 മുതൽ 17 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇരമ്യാവിനുള്ള മറുപടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഇരമ്യാ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട്, ഹനന്യാവേ കേൾക്ക, 15-ാം വാക്യം, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ഈ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. കണ്ടോ, നല്ല പ്രവാചകന് ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടാൽ തിരിച്ചറിയാം. അവൻ പറയുക, ദൈവം നിന്നെ അയച്ച്. ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ പ്രസംഗവും പ്രവചനം കേൾക്കുമ്പോൾ അല്പമെങ്കിലും ആത്മാവുള്ളവനെ അറിയാൻ പറ്റും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് പോയിട്ടുമുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇരമ്യാവ് പറയുക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുകയാണ്. എന്നിട്ട് അതിനുള്ള ശിക്ഷയും കൂടെ ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞറിയാവോ? 16-ാം വാക്യത്തിൽ, സ്തോത്രം, ഞാൻ നിന്നെ ഈ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്ന നേതൃത്വത്തോട് പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നീക്കിക്കളയും, ഈ ആണ്ടിൽ നീ മരിക്കും. സ്തോത്രം. 17-ാം വാക്യത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഹനന്യ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു. ദൈവം പറയാതെ പറഞ്ഞു എന്ന് പ്രവചിക്കുന്ന, ദൈവത്തിന്റെ ആലോചനകളെ ദൈവത്തിന്റെ പേരിൽ ഭോഷ്കായി സംസാരിക്കുന്ന സകല പുള്ളികളും മനസ്സിലാക്കിക്കൊള്ളുക, നിന്നെ ദൈവം ഭൂതലത്തിൽ നീക്കിക്കളയും. ദൈവത്തിന്റെ പ്ലാനിന് വിരോധമായി സംസാരിക്കുന്നവനെ ദൈവം നീക്കിക്കളയും. സ്തോത്രം. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ ആ ആണ്ടിൽ ഇദ്ദേഹം മരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. നമ്മളെ നടത്തിയവരെ ഓർക്കണം എന്നുള്ളത് എബ്രായലേഖനം പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ നടത്തുന്ന നേതൃത്വം പരാജയപ്പെട്ടാൽ നാമും പരാജയപ്പെടാനുള്ള സാധ്യത അധികമാണ്. സ്തോത്രം. ഇനി ഇവരുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, സ്തോത്രം, ഇവരെ കുറിച്ച് പറയുന്നൊരു പ്രധാന വിഷയം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരും തന്റെ ദുഷ്ടത വിട്ടു തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. ദൈവം പറയാണ്, ഞാൻ യെരൂശലേമിലെ പ്രവാചകന്മാരിൽ അതിഭയങ്കരമായത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ. അടുത്തൊരു വിഷയം, ആരും ദുഷ്ടത വിട്ട് തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. ഒരാൾ ദുഷ്ടത ചെയ്യുമ്പം അവരെ ആ ദുഷ്ടതയ്ക്കകത്തുനിന്ന് തിരിമാറാക്കുന്നതിന് പകരം, ദുഷ്ടതയ്ക്കകത്തുനിന്നവരെ മടക്കിക്കൊണ്ടുവരുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുക, ബ്രദറെ നന്നായി പോയി, ദൈവം കൂടെ നിൽക്കും, ഇത് ചെയ്യാൻ ദൈവമാണ് നിന്നെ സ്തോത്രം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ദുഷ്ടത ചെയ്യുന്നവനെ ധൈര്യപ്പെടുത്തുക. സ്തോത്രം. ദുഷ്ടത ചെയ്യുന്നവനെ ധൈര്യപ്പെടുത്തുന്ന പ്രവാചകന്മാർ. ഒരു കാര്യം കൂടെ ഓടിച്ചു പറഞ്ഞ് പോകാം. സ്തോത്രം. ഈ പ്രവാചകന്മാരുടെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവം ഇവരെ കുറിച്ച് പറയുന്നൊരു ഒരു വിഷമകരമായ കാര്യമുണ്ട്. 22-ാം വാക്യം, 23-22 ദൈവം പറയുകയാണ്, സ്തോത്രം, അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നു എങ്കിൽ, കണ്ടോ, അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നു എങ്കിൽ, എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. നേരം വെളുത്ത് മുഖം കഴുകി രാവിലെ വന്ന് എന്തെങ്കിലും അങ്ങ് വെച്ച് കാച്ചുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കണം. ചുമ്മാ എന്തെങ്കിലും മുഖം കഴുകി വന്നിട്ട് അതും ഇതും പറയല. പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും കഴമുണ്ടാകണം. സ്തോത്രം. ദൈവം പറയുക, എൻ്റെ ആലോചനാ സഭയിലിരിക്കണം. വല്ലതും ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ സമയം ചെലവഴിച്ച് ആലോചനാ സഭയ്ക്കകത്തിരിക്കണം.
ആലോചനാ സഭയ്ക്കകത്തിരുന്ന് ദൈവത്തിന്റെ അരുളപ്പാടാണ് പ്രാപിക്കുന്നതെങ്കിൽ, അത് വചന ശുശ്രൂഷയാണെങ്കിലും പ്രവചനമാണെങ്കിലും, അവരുടെ ശുശ്രൂഷ എന്തായിരിക്കും എന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, എന്താ? എൻ്റെ ജനത്തെ ആകാത്ത വഴികളിൽ നിന്നും അവരുടെ പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്നും നിങ്ങൾ ആലോചനാ സഭയിൽ നിന്ന് പ്രാപിച്ച പ്രവചനം കൊണ്ടും വചനം കൊണ്ടും നിങ്ങൾ അവരെ പിന്തിരിപ്പിക്കും. ഇന്ന് ഒരാളുടെ പ്രസംഗത്തിൽ നിന്ന് ആരെങ്കിലും അവരുടെ ആകാത്ത വഴിയിൽ നിന്നോ പ്രവൃത്തി ദോഷത്തിൽ നിന്നോ പിന്തിരിയുന്നുണ്ടോ? സ്തോത്രം. എന്താ കാരണം? ആലോചനാ സഭയ്ക്ക് ദൈവം നോക്കുമ്പോൾ അവിടെ സൂം മീറ്റിങ്ങിലും ചാനലിലൊക്കെ തകർപ്പും പ്രസംഗമുണ്ട്. പക്ഷേ ഈ പുള്ളി എൻ്റെ ആലോചനാ സഭയിൽ ഇരുന്നിട്ടേ ഇല്ല. ഞാനുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വേദനയോടെയാണ് ദൈവം പറയുന്നത്, ഈ നേതൃത്വത്തിന് എൻ്റെ ആലോചനാ സഭയിൽ ഇരിക്കാൻ സമയമില്ല. അവർ എൻ്റെ ജനത്തെ ആകാത്ത വഴിയിൽ നിന്നും അവർ എൻ്റെ ജനത്തെ അവരുടെ പ്രവൃത്തി ദോഷത്തിൽ നിന്ന് വിടുവിക്കുന്നതുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്തോത്രം ഒരു പരാജയം. സ്തോത്രം. നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ തകർച്ച. സ്തോത്രം. അന്നത്തെ നേതൃത്വമായ പുരോഹിതന്മാരും പ്രവാചകന്മാരും നീതിമാന്മാരുടെ രക്തം അവർ വീഴ്ത്തുകയാണ്. സ്തോത്രം. അവർ ഭോഷ്ക് പ്രവചിക്കുന്നു, കൂടെ വ്യഭിചാരവും ചെയ്യുന്നു. ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നു. സ്തോത്രം. എന്ന് മാത്രമല്ല, ദൈവം അയക്കാതെ അവർ ദൈവം അയച്ചു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുന്നു. ദുഷ്പ്രവർത്തിക്കാരെ അവർ ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പ്രവാചകന്റെ ദൗത്യം എന്താണെന്നറിയാമോ? ആ ദൗത്യത്തിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ജനത്തെ ആകാത്ത വഴിയിൽ നിന്നും ജനത്തെ അവരുടെ പ്രവൃത്തി ദോഷങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവനാണ് ഒരു ഒറിജിനൽ പ്രവാചകൻ. സ്തോത്രം. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഇതെല്ലാം ഈ പരാജയപ്പെട്ടു പോയ നേതൃത്വത്തിന്റെ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി ഒറിജിനൽ പ്രവാചകൻ എങ്ങനെയാ പ്രവചിച്ചതെന്നറിയാമോ? ഒറിജിനൽ പ്രവാചകൻ, നിങ്ങളൊരു ഒറിജിനൽ പ്രവാചകനാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഈ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് 3 അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചിക്കുന്ന ആള് എന്നുള്ളതല്ല. അതിനെ പ്രവാചകൻ എന്ന് പറയാൻ പറ്റുകയില്ല. കാര്യം അത് പ്രവാചകൻ അന്യഭാഷയുടെ ആവശ്യമില്ല അധികം. കാരണം പ്രവാചകനിൽ ഓൾറെഡി പ്രൊഫറ്റിക്കൽ ഓഫീസ് ഉള്ളവനാണ്. അവൻ കണ്ണു തുറന്നിരുന്നുകൊണ്ട് കൂളായിട്ട് പ്രവചനം പറയും. സ്തോത്രം. മറ്റേത് നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ട് പറയുന്നത്, അത് അങ്ങനെയും പ്രവചിക്കാം, പക്ഷെ അത് ഭാഷകളുടെ വ്യാഖ്യാനത്തിലൂടെ പറയുന്ന പ്രവചനമാണ്. നല്ല ഒരു പ്രവാചകനെ സംബന്ധിച്ച് അവൻ അന്യഭാഷയുടെ ആവശ്യം ഇല്ല. അവൻ ഡയറക്റ്റ് ദൈവത്തിന്റെ ആലോചനകൾ കൈമാറുന്നവനാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒറിജിനൽ പ്രവാചകൻ എന്ന് പറയുന്നത്, സ്തോത്രം, ഇരമ്യാ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ ഇരമ്യാ പ്രവാചകന്റെ പ്രവചനം എങ്ങനെയായിരുന്നു? സ്തോത്രം. നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. 2-ാം അധ്യായത്തിലേക്ക് വരാം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്തു വീണ് ചൊരിഞ്ഞു വീഴുന്നു. അല്ലെങ്കിൽ എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കും. വായിച്ചിട്ട് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലേ? ഗ്രഹിക്കണമെങ്കിൽ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കണം. ഇത് ഒരു ആലങ്കാരിക ഭാഷയിലുള്ള പ്രയോഗമാണ്. ഇരമ്യാവെന്ന ഒറിജിനൽ പ്രവാചകൻ എങ്ങനെയാ പ്രവചിച്ചത്? കണ്ണുനീരോടുകൂടെയാണ് പ്രവചിച്ചത്.
ഇന്ന് കണ്ണുനീരോടെ പ്രവചിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇന്ന് ചിരിയും സെലിബ്രേഷനുമാണ് എല്ലായിടത്തും. കണ്ണുനീരോടെ പ്രവചിച്ച ആളായിരുന്നു. കാരണം പ്രവാചകനെ സംഭവിച്ച് ഈ ജനത്തിന് വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ദൈവം പറയുമ്പം ഞാൻ പറഞ്ഞത് നടന്നല്ലോ, നന്നായി പോയി എന്നല്ല, ആ വിഷയം താൻ അവതരിപ്പിക്കുന്നത് പോലെ കണ്ണുനീരോടെയാണ് പ്രവചിക്കുന്നത്. ഇനി ഇവിടെ ഒരു പരാമർശമുണ്ട്. എന്താ പരാമർശം? എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. ഇവിടെ ഈ കരൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം, ഈ വികാരങ്ങളുടെയൊക്കെ കേന്ദ്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ കരൾ എന്ന് പറയുന്നത്. അപ്പോൾ വികാര വിവശനായി താൻ നിലത്തു വീഴുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യിരെമ്യാവ് എങ്ങനെയാണ് താൻ പ്രവചിച്ചത്? സ്തോത്രം. കണ്ണുനീരോടെയും വികാര വിവശനായി നിലത്തു വീണുകൊണ്ട് പ്രവചിച്ച ദൈവത്തിന്റെ പ്രവാചകൻ. നിങ്ങൾ ഒരു മെസ്സേജ് പറയാൻ നിങ്ങൾ ഒരു ഫുൾപിറ്റിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണുനീരെടുക്കാറുണ്ടോ? ഒരു അരമണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു സന്ദേശത്തിന് ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിറുതുള്ളി കണ്ണുനീർ ഈ മെസ്സേജ് ജനത്തോട് കൈമാറുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ അത് വർക്കാകാറുണ്ടോ? നിങ്ങളുടെ കണ്ണുനീർ നിറയാറുണ്ടോ? നിങ്ങൾ ഒരാളോട് പ്രവചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം പൊട്ടാറുണ്ടോ? നിങ്ങൾ വികാരാവേശത്തിൽ വീഴാറുണ്ടോ? ഇല്ലെങ്കിൽ സംശയിക്കേണ്ട, നിങ്ങളിൽ നിങ്ങളുടെ ബുദ്ധി സംസാരിക്കുന്നുണ്ട്, നിങ്ങളിലൂടെ നിങ്ങളുടെ അറിവ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവിന് നിങ്ങളുടെ പ്രവചനവുമായി ബന്ധമില്ല. ദൈവാത്മാവിന് നിങ്ങളുടെ ആലോചനയുമായി ബന്ധമില്ല. ഇതിനകത്തിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ശുശ്രൂഷകന്മാരും ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരും നേതൃത്വമൊക്കെയല്ലേ. ഇന്ന് രാവിലെ ആത്മാവിൽ ഒരു മടങ്ങിവരവിന് വേണ്ടിയാണ് ഈ സന്ദേശം കൈമാറുന്നത്. നിന്നെ ഫോളോ ചെയ്യുന്ന, നിന്റെ പിന്നിൽ നിൽക്കുന്നവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നേതൃത്വത്തിനകത്ത് പരാജയം സംഭവിച്ചാൽ അതിൻ്റെ പിൻപിൽ വെളിപ്പെടുന്ന ആഫ്റ്റർ എഫക്റ്റ് വലുതായിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രവാചകൻ എങ്ങനെയാണ് പ്രവചിക്കേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കണ്ണുനീരോടെയും വികാരാവേശത്തോടു കൂടിയും പ്രവചിക്കണം. ഇനി ഒരു പ്രവാചകന്റെ, ഒറിജിനൽ പ്രവാചകന്റെ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്തായിരിക്കണം? അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ 2-ാം അധ്യായത്തിൽ തന്നെ ഒറിജിനൽ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കണം, ദൈവം ഇഷ്ടപ്പെടുന്ന ഉദ്ദേശം എന്തായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അടുത്തത്, അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകൻ ദർശിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഒറിജിനൽ പ്രവാചകൻ ഒരു സഭയിൽ വന്നാൽ, ഒരു പ്രസംഗവേദിയിൽ കയറി നിന്നാൽ, സ്തോത്രം, അരുളപ്പാട് കൈമാറുന്നവരെല്ലാം പ്രവാചകന്മാരാ. അത് ദൈവവചനത്തിലൂടെ ആണെങ്കിലും, സ്തോത്രം, ഒരു ഒറിജിനൽ പ്രവാചകൻ പ്രവചിച്ചാൽ, ദൈവത്തിന്റെ അരുളപ്പാട് കൈമാറിയാൽ എന്താ? സ്തോത്രം, ജനത്തിന്റെ അകൃത്യം വെളിപ്പെടുത്തും. അതാണ് അവിടെ പറയുന്നത്, നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ. ഇനി അകൃത്യം വെളിപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? അവിടെ പറയുന്നുണ്ട്, നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം. അപ്പം ഇവരുടെ അകൃത്യമാണ് ഇവരെ ദൈവം പ്രവാസത്തിൽ വിട്ടത്. ഇവരുടെ കൂടെ ദൈവം അയച്ച പ്രവാചകന്മാരൊക്കെ ഒറിജിനലി പ്രവചിച്ചിരുന്നെങ്കിൽ ഈ ജനത്തിന്റെ അകൃത്യം വെളിപ്പെടുത്തും. അവർ പശ്ചാത്തപിച്ച് കരഞ്ഞു മടങ്ങി വന്നാൽ അത് നിമിത്തം ഇവർക്കുണ്ടാകാനിരുന്ന ഇവരുടെ പ്രവാസം മാറിപ്പോയേനെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇങ്ങനെ നമ്മുടെ അകൃത്യം വെളിപ്പെടുത്തി നമ്മെ മടക്കിക്കൊണ്ടുവരുന്ന പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, വചന ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, എത്രയോ നമ്മുടെ പ്രവാസങ്ങൾ മാറിപ്പോയേനെ, എത്രയോ നമ്മുടെ തകർച്ചകൾ മാറിപ്പോയേനെ. ആ കൊലപാതകൻ നീയാണെന്ന് വിരൽ ചൂണ്ടിയ ആ നാഥാനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ, രാജാവിനെ ഭയപ്പെടാതെ
അരുളപ്പാട് കൈമാറിയ നാഥാനെ പോലുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രവാസങ്ങൾ മാറിപ്പോയേനെ. സ്തോത്രം. ഇന്ന് ഇവിടുന്ന് ഈ മെസ്സേജ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ദൈവാത്മാവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. പിന്നീട് ഞാൻ സമയമുള്ളപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. സ്തോത്രം. നേതൃത്വത്തിന്റെ പരാജയമാണ് സ്തോത്രം ജനത്തിന്റെ തകർച്ചയുടെ പ്രധാന വിഷയം എന്നതിൽ മറക്കാൻ കഴിയാത്തൊരു സംഭവം ചരിത്രത്തിലുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം മോശ പർവ്വതത്തിലിരിക്കുമ്പോൾ സഭയുടെ നേതൃത്വം എടുത്ത ഒരു അഹരോൻ. സ്തോത്രം. അഹരോന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പരാജയങ്ങൾ സ്തോത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിമിത്തം സ്തോത്രം എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്ന് സ്തോത്രം യഹോവയുടെ പക്ഷത്തുള്ളവനെ മാറ്റി നിർത്തി 3000 പേർ കൊല്ലപ്പെടുന്നു എന്ന് മാത്രമല്ല, അതുവരെ കൂടെ സഞ്ചരിച്ച ദൈവ സാന്നിധ്യം അവരെ വിട്ടുമാറുകയാണ്. ദൈവം അവരോട് പറയുന്നു, ഞാനിനി നിങ്ങളുടെ കൂടെ സഞ്ചരിക്കില്ല, എൻ്റെ ദൂതനെ അയക്കാം. സ്തോത്രം. എന്താ സംഭവിച്ചത്? ഒരഹരോന്റെ നേതൃത്വത്തിന്റെ പരാജയം. അതേ, സഭയുടെ നടുവിൽ കാളക്കുട്ടി പൊങ്ങി വന്നു. സ്തോത്രം. അതിപ്രധാനപ്പെട്ട 4 പരാജയങ്ങളിവിടെ പറയുന്നുണ്ട് അഹരോന്റെ. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ജനത്തിന്റെ കെട്ടിനെ അഹരോൻ അഴിച്ചുവിട്ടു. ഏത് രീതിയിലും ജീവിക്കാൻ, തോന്നിയ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അഹരോൻ ജനത്തിന് അനുവദിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ നോക്കി, ആ ഒറ്റ സംഭവത്തിന് ശേഷം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പലക മോശ എറിഞ്ഞുടയ്ക്കേണ്ടി വന്നു. അങ്ങനെ നിരവധി ദുരന്തങ്ങൾ സംഭവിച്ചു. ഒറ്റ വാക്കിൽ പറയാം, സ്തോത്രം. നിങ്ങളുടെ വീടിനകത്തെ നേതൃത്വമാണ് നിങ്ങൾ ഗ്രഹനാഥന്മാർ. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ആത്മിക തലത്തിൽ കൊണ്ടുപോകാനുള്ള നേതൃത്വമാണോ? സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞിനെ നീ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ആത്മീക നേതാവാണ്. സ്തോത്രം. അതെ, ഏതെങ്കിലുമൊക്കെ രീതികളിൽ ഒരു ആത്മീക നേതൃത്വത്തിന്റെ റോൾ അണിയുന്നവർക്ക് മനസ്സിലാക്കുക. അതെ, ഇന്ന് രാവിലെ സമയം നീ ആലോചന സഭയ്ക്ക് തിരിക്കാറുണ്ടോ? ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാറുണ്ടോ? ഇന്ന് രാവിലെ നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ തലകളും മടക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാനിത് വളരെ വേദനയോടെയാണ് ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ശലോമോൻ വളരെ സ്വപ്നം കണ്ട് പണിത ഒരു യെരൂശലേം ദേവാലയം. സ്തോത്രം. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നെബൂഖദ്നേസർ ഇടിച്ചു പൊളിച്ചു കളഞ്ഞപ്പോൾ സ്തോത്രം യഹൂദന്റെ ഹൃദയം തകരുകയായിരുന്നു. അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് അത് രക്തമൊഴുകി എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. സ്തോത്രം. യെരൂശലേം വലിയ നാശത്തിലേക്ക് പോകുകയായിരുന്നു. സ്തോത്രം. ദൈവം യെരൂശലേമിനെ പരസ്യക്കൊലമാക്കി തീർത്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനങ്ങൾ പാപം ചെയ്തു എന്നുള്ള സത്യമാണ്. ആ ജനങ്ങൾ പാപം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം അവരുടെ നേതൃത്വത്തിന്റെ പരാജയമാണ്. ഇന്ന് രാവിലെ നമുക്കൊന്ന് ആ കരം മാറോട് വെച്ചിട്ട് പറയാം, പിതാവേ, എൻ്റെ കീഴിൽ നീ തന്ന ആടുകളിൽ എൻ്റെ വീടിനകത്ത് സംഭവിച്ചു പോയ തകർച്ചകളുടെ ഒരു പരാജയം എൻ്റെ നേതൃത്വത്തിന്റെ കൂടെയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ എല്ലാ ദിവസവും ആലോചനാ സഭയിൽ നിൽക്കുവാൻ, അത് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിപ്പാൻ. സ്തോത്രം. അത് ഒത്തിരി വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്ന ആ കാലത്തും ദൈവത്തിന്റെ പ്രവാചകനായി നിലകൊണ്ട ഇരമ്യാവിനെ പോലെ കാവൽപുരമുറ്റത്ത് ബന്ധിക്കപ്പെട്ടിട്ടും അത് ചേറ്റുകണ്ടത്തിൽ തന്നെ ചവിട്ടി താക്കത്തക്ക രീതിയിൽ ഉപദ്രവങ്ങൾ തനിക്ക് നേരെ വന്നിട്ടും ആ വ്യാജ പ്രവാചകന്മാരുടെ ഗ്യാങ്ങിൽപ്പെടാതെ തനിച്ചു ദൈവത്തിനു വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ആ ഇരമ്യാവിനെ പോലെ ജനത്തിന്റെ പ്രവാസത്തെ വെളിപ്പെടുത്തുന്ന, അവരുടെ അകൃത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന, അതേ ജനത്തിന്റെ ആകാത്ത വഴികളിൽ നിന്നും പ്രവൃത്തി ദോഷങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മീക നേതൃത്വമായി തീരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ വിധേയപ്പെടാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലരോട് പറയുന്നു, നീ കാര്യം തീർക്കുന്ന നാളിൽ കണക്ക് പറയേണ്ടി വരും. നിന്റെ കയ്യിൽ തന്ന ആടുകളെ കുറിച്ച്
നിന്റെ വീട്ടിൽ നിനക്ക് ഞാൻ ദാനമായി തന്നവരെ കുറിച്ച് നീ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ കൈകൾ ബലപ്പെടുവാൻ, കൈകൾ ദുർബലമാകാതിരിപ്പാൻ, അത് ഒരു അനുഗ്രഹിതമായ നേതൃത്വത്തിന് നാം മാതൃകയായി തീരുവാൻ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയ പിതാവേ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് രാവിലെ ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ വചനധ്യാനങ്ങൾ, ഈ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ദൈവവചനത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ, ഞങ്ങൾ ചിന്തിക്കാത്ത പഠിക്കാത്ത ഈ ആത്മിക സത്യങ്ങളുടെ കലവറകളെ ഞങ്ങൾക്ക് തുറന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ HTC-യുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാൻ കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് ചുവടുവെക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം.